മൂഡ് സ്വിങ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഭയങ്കര സന്തോഷവും ചിലപ്പോൾ ഭയങ്കര സങ്കടവും അങ്ങനെയാണ്. പ്രൈമറി സങ്കടമുണ്ട്, സെക്കൻഡറി സങ്കടം എന്ന് വെച്ചാൽ യു ആർ ഹാവ് സങ്കടം, യു ഹാവ് സങ്കടം അബൌട്ട് ഗെറ്റിംഗ് സങ്കടം. മനസ്സിലായ? ദാറ്റ് വിൽ മേക്ക് ഇറ്റ് കോംപ്ലിക്കേറ്റഡ്. ഇതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ഇപ്പോൾ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഗേൾസിൻ്റെ കേസിലാണെങ്കിൽ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ആ ഒരു ടൈമിലെ മൂഡ് സ്വിങ്സ്, അപ്പോൾ അത് ഗേൾസിന് മാത്രമല്ല ജെൻസിനും ഉണ്ട്, ബോയ്സിനും ഉണ്ട് ആ ഒരു സംഗതി എന്നുണ്ട്. അപ്പോൾ ഈ മൂഡ് സ്വിങ്സിൻ്റെ കോസസ് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് വേറെ എന്തെങ്കിലും ഉണ്ടോ? ഹൗ ക്യാൻ ബി ഓവർകം ദിസ്? ഈ മൂഡ് സ്വിങ്സ് കൂടുതൽ ക്ലസ്റ്റർ ബിയിലുള്ളവർക്ക് കുറച്ച് കൂടുതൽ കാണാറുണ്ട്. ഇപ്പോൾ ഒരു ബ്രോഡർ ലൈൻ പേഴ്സണാലിറ്റി, ഹിസ്ട്രിയോണിക്, അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉള്ളവർക്ക് കുറച്ചുകൂടി മൂഡ് സ്വിങ്സ് കൂടുതലായിട്ട് കാണാറുണ്ട്. അതല്ലാതെ തന്നെ മൂഡ് സ്വിങ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഭയങ്കര സന്തോഷവും ചിലപ്പോൾ ഭയങ്കര സങ്കടവും അങ്ങനെയാണ്. പക്ഷേ ചില ആളുകൾക്ക്, കൂടുതൽ ആളുകൾ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും സങ്കടത്തിനെ ഉദ്ദേശിക്കുന്നുണ്ടാവുക. സന്തോഷം അവർക്ക് അത്ര ഉണ്ടാവില്ല. പക്ഷെ അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ പീരിയഡ്സിന് കുറച്ച് ദിവസം മുൻപ് തൊട്ട് പീരിയഡ്സിൻ്റെ ഒരു 2-3 ദിവസം കഴിയുന്ന വരെ ഒരു ചെറിയൊരു ലോ മൂഡും ഇറിറ്റബിലിറ്റിയാണ് കൂടുതലുണ്ടാവുക. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ സാധാരണ ഇതിൽ ദേഷ്യം വരണ്ടാത്തൊരു കാര്യമാണ്, പക്ഷെ ആ ദേഷ്യം വന്നു പോകുന്നു. അങ്ങനെ ഒരു ഇൻക്രീസ് ഇറിറ്റബിലിറ്റി, ലോ മൂഡ്, ക്രൈയിങ്, ഇതുപോലെ ഒരു സെൽഫ് വർത്ത് കുറയണ പോലെ തോന്നാം. ഒരു ലോ മൂഡിലേക്ക് പോകാനുള്ള ടെൻഡൻസി ചില കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. അതിന് പ്രീ മെൻസ്ട്രൽ ഡിസ്ഫോറിയ എന്നാണ് പറയുക. അങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഭാഗമായിട്ട് വരുന്നത്, ഡിസോർഡർ അല്ലെങ്കിൽ ജസ്റ്റ് ട്രെയ്റ്റ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇതിലൊക്കെയാണ് നമ്മൾ പറഞ്ഞ ദിനചര്യകളെ കുറച്ചും കൂടിയും സ്റ്റേബിൾ ആകുന്നത്, നമ്മുടെ മൂഡിനെയും സ്റ്റേബിൾ ആക്കുന്നത്. ഒരു ദിവസം നമ്മൾ 10 മണിക്ക് കിടന്നുറങ്ങി, ഒരു ദിവസം 2 മണിക്ക് കിടന്നുറങ്ങി, ഒരു ദിവസം 10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഒരു ദിവസം 6 മണിക്ക് കഴിച്ചു. അങ്ങനെ എപ്പോഴും നമുക്ക് നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും കുറച്ച് സ്റ്റേബിൾ ആകുമ്പോൾ ഒരു ഹാബിറ്റ് ഇല്ല. അപ്പം അങ്ങനത്തെ നമ്മുടെ ആക്ടിവിറ്റീസ് സ്റ്റേബിൾ ആകുമ്പോഴേ കുറച്ചും കൂടെ മൂഡും അതിൻ്റെ കൂടെ ആങ്കേർഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അത് ശരിയാവും, അത് ചെയ്താൽ പിന്നെ എല്ലാം മാറിയതാണോ? അല്ല. പക്ഷെ അതൊരു പരിധി വരെ സഹായിക്കും എന്നേ പറഞ്ഞുള്ളൂ. പിന്നെ ഇതുപോലെ റെഗുലർ ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി പ്രീമെൻസ്ട്രൽ ഡിസ്ഫോറിയയ്ക്കൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അല്ലാണ്ട് വരണത് നമ്മൾ യു ഹാവ് ടു ഗെറ്റ് ദ ഹെൽപ്പ് ഓഫ് എ പ്രൊഫഷണൽ. പിന്നെ ഈ മൂഡ് സ്വിങ്സിലൊക്കെ ഇതുണ്ടല്ലോ കുറച്ച് കാര്യങ്ങൾ, അയ്യോ എനിക്കിങ്ങനെ സങ്കടം വരുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചാൽ ചിലർക്ക് സങ്കടം ഉണ്ടാവും. അപ്പോൾ ചിലത് നമ്മുടെ ആക്സെപ്റ്റൻസ് വേണം. ഓക്കെ, ഐ ഹാവ് എ ടെൻഡൻസി ടു ഹാവ് സം മൂഡ് സ്വിങ്സ്, ഇറ്റ്സ് ഓക്കെ, ഐ വിൽ ലിവ് വിത്ത് ഇറ്റ്. ഇവിടെ സങ്കടം വരുമ്പോഴേ ഒരു പ്രൈമറി സങ്കടമുണ്ട്, സെക്കൻഡറി സങ്കടം എന്ന് വെച്ചാൽ യു ആർ ഹാവ് സങ്കടം, യു ഹാവ് സങ്കടം അബൌട്ട് ഗെറ്റിംഗ് സങ്കടം. മനസ്സിലായ? ദാറ്റ് വിൽ മേക്ക് ഇറ്റ് കോംപ്ലിക്കേറ്റഡ് ബിക്കോസ് ദ മോർ യു ആർ സാഡ് അബൌട്ട് ബീയിങ് സാഡ് ഇറ്റ് വിൽ മേക്ക് ഇറ്റ് വേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യമുണ്ട്. പിന്നെ നമ്മളിപ്പം നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മൾ അവെയർ ആവുക, ഷീ ഹാസ് ടെൻഡൻസി ഫോർ മൂഡ് സ്വിങ്സ് ഉള്ളത്. അങ്ങനെയുള്ള ഒരു നമ്മുടെ ചുറ്റുപാടുള്ളവർ അതിനെ മനസ്സിലാക്കുന്നതും കുറച്ച് ഹെൽപ്ഫുൾ.